ഞാനിപ്പോൾ ഇരിക്കുന്നത് നമ്മുടെ സ്റ്റുഡിയോ റൂമിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വർക്കിൻ്റെ ഇടയിൽ ഞാനും എൻ്റെ കെട്ടിയവനും കൂടി ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ എന്നോട് ചോദിക്കുക, ഈ ഓന്ത് നിറം മാറുന്ന കണ്ടിട്ടുണ്ടോ ചോദിച്ചു. അതുപോലെ പാമ്പിന് വിഷമുണ്ട്. അപ്പോൾ ഈ രണ്ട് സാധനങ്ങളെ നമുക്ക് അറിയാവുന്നത് കൊണ്ട്, ഒന്നിന് വിഷമുണ്ടെന്നും ഒന്നിന് നിറം മാറാനുള്ള കഴിവുണ്ടെന്നും അറിയാവുന്നത് കൊണ്ട് തന്നെ അതിനെ നമ്മളത്ര വിശ്വസിക്കത്തില്ല അല്ലേ. പറഞ്ഞു വന്നത് വേറൊന്നുമല്ല, അതുപോലത്തെ മനുഷ്യജന്മങ്ങളും ഉണ്ട്. അപ്പം ഞാനിത് പറയുമ്പോഴത്തേന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ചിലർ പറയും, നീ നിൻ്റെ കെട്ടിയവനും പുണ്യവതിയും പുണ്യവാനും ആണോന്ന്. അല്ല, ഞങ്ങൾക്കും ഉണ്ട് പോരായ്മകൾ. എന്നാലും തോന്നുന്നത് പറയാമല്ലോ. അപ്പം എനിക്ക് തോന്നിയ കാര്യം പറയുക, പാമ്പിനെ പോലെ വിഷമുള്ളവരെയും ഓന്തിനെ പോലെ നിറം മാറുന്നവരെയും വിശ്വസിക്കരുത്. അവരടുത്തുകൂടാൻ ശ്രമിക്കും, പക്ഷേ അവരെ നമ്മുടെ ലൈഫിൽ നിന്ന് ഒരു ഫർലോങ് അകലെ മാറ്റി നിർത്തുന്നതായിരിക്കും നമുക്ക് നല്ലത്. അങ്ങനെയുള്ള നെഗറ്റീവ് ആൾക്കാരെ കൂടെ കൊണ്ട് നടക്കുന്ന സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ അതങ്ങോട്ട് മാറ്റുന്നതായിരിക്കും നല്ലത്. കാരണം ഒരു സമയം വരുമ്പോൾ അവർ നമ്മളെ ഒറ്റപ്പെടുത്തും. കാര്യം കാണാൻ അവർ നമ്മുടെ കൂടെ നടക്കും, പക്ഷെ കാര്യം കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ നമ്മളെ ഒറ്റപ്പെടുത്തും. അങ്ങനെ ഒറ്റപ്പെടുത്തുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ആരെന്നും അവരോരോരുത്തരും ആരാണെന്നും തിരിച്ചറിയാൻ കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും ഒറ്റപ്പെടില്ല. ഒറ്റപ്പെടുത്താനായിട്ട് ഇങ്ങനെയുള്ള ആളുകൾ ഇഷ്ടംപോലെയുണ്ട്. പക്ഷേ ചേർത്ത് പിടിക്കാൻ ചുരുക്കം ചിലരെ കാണുള്ളൂ. ആ ചുരുക്കം ചിലർ മതി നമ്മുടെ ലൈഫിൽ. സന്തോഷവും സമാധാനവും ഒക്കെ കിട്ടണമെങ്കിൽ ആ കുറച്ച് ആളുകളെ മാത്രം ചേർത്ത് പിടിച്ചാൽ മതി. അനുഭവം ഗുരു എന്നാണ് പറയാൻ വന്നതെങ്കിൽ സത്യം. നമ്മുടെ ജീവിതം, നമ്മുടെ ലൈഫാണ് നമ്മുടെ എക്സ്പീരിയൻസ് ഓൾവേസ്.